ബ്ലാസ്റ്റേഴ്സ് മുംബൈക്കെതിരെ നേടേണ്ടി വന്ന എവേ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ഹോം മത്സരത്തിലെ വിജയ പ്രതീക്ഷകളുമായി 24-ാം തീയതി കളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആദ്യ മത്സരത്തിലെ പരാജയത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് എത്തരത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് വരാൻ പോകുന്ന മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ പ്രീ മാച്ച് സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ആദ്യ മത്സരത്തിൽ മുംബൈയുടെ 4-3-3 എന്ന മോഡേൺ ഡേ ഫോർമേഷനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രഡീഷണൽ ഫോർമേഷനായ 4-4-2 ഒഫൻസീവ്ലി പരാജയപ്പെട്ടുവെങ്കിലും ഡിഫെൻസീവ്ലി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ശരിക്കും ഇവാൻ്റെ 4-4-2 എന്ന ഫോർമേഷൻ്റെ പൊതുവായ വീക്ക്നെസ്സാണ് മുംബൈ പോലത്തെ 4-3-3 എന്ന ഫോർമേഷൻ യൂസ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ മിഡ്ഫീൽഡിൽ നേരിടുന്ന 2-3 എന്ന ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജ്. ഇവിടെ മുംബൈക്ക് 3 മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിൽ ഓവർലോഡ് കൊണ്ടുവരാനും ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സിനെ വളരെ എളുപ്പത്തിൽ പ്രസ് ചെയ്യുവാനും സാധിക്കും. ഇത് മികച്ച രീതിയിൽ കളിയിൽ ഉടനീളം മുംബൈ നടപ്പാക്കിയിരുന്നു. ഇവിടെയാണ് ഒഡീഷ FC സെർജിയോ ലൊബേറ പോലെയുള്ള മൾട്ടിപ്പിൾ ഫോർമേഷൻ യൂസ് ചെയ്യുന്ന കോച്ചസ്മാരുടെ അഡ്വാൻറ്റേജ്. അവർ മുംബൈ പോലത്തെ ടീമുകൾക്കെതിരെ 4-4-2 ഫോർമേഷൻ യൂസ് ചെയ്യില്ല. എന്നാൽ ഇവാനെ പോലെയുള്ള 4-4-2 ഫോർമേഷൻ യൂസ് ചെയ്യുന്ന മികച്ച പരിശീലകർ കളത്തിൽ സ്ട്രെച്ചറിൽ മൈക്രോ അഡാപ്റ്റേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യും. ഇനി മുംബൈ ആയിട്ടുള്ള ആദ്യ മത്സരത്തിലേക്ക് വന്നാൽ മുംബൈയുടെ 4-3-3 ഫോർമേഷനെതിരെ 4-4-2 ഫോർമേഷനിൽ നിന്നുകൊണ്ട് ഹൈ പ്രസ്സിംഗ് കളിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം മത്സരത്തിന്റെ ആരംഭത്തിൽ ആദ്യ 5 മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഹൈ പ്രസ്സിംഗ് നടത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം മുംബൈക്ക് കൗണ്ടർ ചെയ്യാൻ പാകത്തിന് മിഡ്ഫീൽഡ് ഏരിയയിൽ സ്പേസ് തുറന്നു കിട്ടുന്നുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുംബൈക്ക് മിഡ്ഫീൽഡിൽ ലഭിക്കുന്ന 3-2 എന്നൊരു ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്കുകൾക്കും ബ്ലാസ്റ്റേഴ്സ് ഹൈ പ്രസ്സിംഗ് നടത്തുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഹൈ പ്രസ്സിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഇതിന്റെ പ്രധാന കാരണം മുംബൈ യൂസ് ചെയ്യുന്ന 4-3-3 എന്ന ഫോർമേഷനിലെ 2 വിങ്ങേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്കുകളുടെ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്കുകൾ ഹൈ പ്രസ്സിങ്ങിന് ശ്രമിച്ചാൽ മുംബൈയുടെ 2 വിങ്ങേഴ്സിനും വിങ്ങിൽ വലിയൊരു സ്പേസ് തുറന്നു കിട്ടുകയും അതിലൂടെ വളരെ എളുപ്പത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കൗണ്ടർ നടത്തുവാനും സാധിക്കും. ഇതുകൊണ്ട് തന്നെ മുംബൈക്കെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഫുൾ ബാക്കുകളായ പ്രബിർദാസും ഡോളിങ്ങും ഓവർലാപ്പ് റണ്ണുകളോ ഹൈ പ്രസ്സിങ്ങോ നടത്താതെ മാക്സിമം ഡിഫൻസിൽ തന്നെയായിരുന്നു കളിയിൽ ഉടനീളം നിന്നിരുന്നത്. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്കുകളുടെ മുംബൈ ആയിട്ടുള്ള കളിയിൽ അവറേജ് പൊസിഷനും അതുപോലെ മറ്റ് കളികളിലെ അവറേജ് പൊസിഷനും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ ബാക്കുകൾക്ക് ഹൈ പ്രസ്സിംഗ് നടത്താൻ സാധിക്കാത്തത് കൊണ്ടും ഹൈ പ്രസ്സിംഗ് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ മുംബൈക്ക് കൗണ്ടർ ചെയ്യാൻ പാകത്തിന് സ്പേസ് ലഭിക്കുന്നത് കൊണ്ടുമാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ലോ ബ്ലോക്കിൽ കളിച്ചിട്ടുള്ളത്. ഇവിടെ ഇവൻ യൂസ് ചെയ്യുന്ന ഈ ലോ ബ്ലോക്ക് ടാക്ടിക്സ് തന്നെയാണ് മുംബൈയുടെ 4-3-3 എന്ന ഫോർമേഷനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ 4-4-2 എന്ന ഫോർമേഷൻ ഉപയോഗിച്ച് നടപ്പാക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച കളി രീതി. അതായത് ലോ ബ്ലോക്കിൽ കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ 2 ഫോർവേഡുകൾ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കോമ്പാക്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മുംബൈയുടെ 3 മിഡ്ഫീൽഡേഴ്സുള്ള മിഡ്ഫീൽഡ് ഏരിയയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 2 മിഡ്ഫീൽഡേഴ്സും 2 ഫോർവേഡുകളും കൂടി ചേർന്ന് 3-4 എന്നൊരു ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് മിഡ്ഫീൽഡിൽ നേടാൻ സാധിക്കും. എന്നാൽ ആദ്യ കളിയിൽ സെക്കൻഡ് സ്ട്രൈക്കറായ ഡാനിഷിനെ മുംബൈയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കംപ്ലീറ്റായി മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിം ആയിരുന്നു മുമ്പോട്ട് വെച്ചത്. ഇതാണെങ്കിലും മിഡ്ഫീൽഡിൽ 3-3 എന്നൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ മുംബൈയുടെ മിഡ്ഫീൽഡിലൂടെയുള്ളൊരു ബിൽഡപ്പ് പൂർണ്ണമായും തടയാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ പലപ്പോഴും മുംബൈയുടെ സെൻറ്റർ ബാക്കിലേക്ക് നടത്തുന്ന പ്രസ്സിങ്ങിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. അതായത് ഡാനിഷ് കംപ്ലീറ്റായി മുംബൈയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ മാർക്ക് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്ട്രൈക്കറായ ദിമിത്രിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്സിംഗ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഇതുകൊണ്ട് തന്നെ ദിമിത്രിക്ക് പ്രസ്സിങ്ങിലൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ദിമിത്രി പലപ്പോഴും പ്രസ്സിങ്ങേ നടത്തുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടി മുംബൈയുടെ റൈറ്റ് സെൻറ്റർ ബാക്കായ ഗ്രിഫിറ്റ്സിൽ നിന്ന് മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങറായ ബിബിൻ സിംഗിലേക്ക് സമയമെടുത്ത് ലോങ് ബോളുകൾ നൽകാൻ മുംബൈക്ക് സാധിച്ചിരുന്നു. ഇവിടെ മുംബൈയുടെ റോസ്റ്റിൻ ഗ്രിഫിറ്റ്സ് എന്ന പ്ലെയറിന് നമുക്ക് ഫുട്ബോളിലെ ക്വാർട്ടർ ബാക്ക് എന്ന പേരും നൽകാൻ സാധിക്കും. അതായത് വിങ്ങിലേക്ക് 60-70 യാർഡ് ലോങ് ബോളുകൾ നൽകുന്ന പ്ലെയേഴ്സിനെ പൊതുവെ പറയുന്ന പേരാണ് ക്വാർട്ടർ ബാക്ക്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലെ ലെസ്കോവിച്ചൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന പ്ലെയറാണ്. അപ്പോൾ ഈ റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങിലേക്ക് എത്തുന്ന ലോങ് പാസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിൽ വളരെയധികം ഡേഞ്ചർ സൃഷ്ടിക്കാവുന്ന ബോളുകളായിരുന്നു. പ്രബിർദാസിൻ്റെ മികച്ചൊരു ഡിഫെൻഡിങ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് ഡേഞ്ചറായി മാറാതെ ഇരുന്നത്. ഞാനൊന്നും കൂടി വ്യക്തമാക്കി തരാം. അതായത് മുംബൈക്കെതിരെ കോമ്പാക്റ്റായി നിന്നുകൊണ്ട് സോണലായ മാർക്കിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ മുംബൈ ബിൽഡപ്പ് നടത്തുന്ന ഓപ്പോസിറ്റ് സൈഡിൽ മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങറും ലെഫ്റ്റ് ബാക്കും ചില സമയങ്ങളിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും അടക്കം ഫ്രീ ആയി നിൽക്കുന്നുണ്ടാവും. ഇവരിലേക്ക് ഈ സൈഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്നും ഈ ലോങ് ബോൾ പോകുമ്പോൾ കോമ്പാക്റ്റായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് സൈഡ് ഷിഫ്റ്റ് ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ടാണ് മുംബൈ ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്കിംഗ് നടത്തുന്നത്. ഇവിടെ ബോൾ ലഭിച്ച ശേഷം സമയമെടുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് മികച്ച ക്രോസുകൾ നൽകുവാനും അതുപോലെ ബിൽഡപ്പ് നടത്തുവാനും മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങറായ ബിബിൻ സിംഗിന് സാധിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ മുംബൈയുടെ റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ തടഞ്ഞാൽ തന്നെ മുംബൈയുടെ പാതി അറ്റാക്കിംഗ് തടഞ്ഞതിന് തുല്യമാണ്.
ശരിയായ കണക്ക് പറഞ്ഞാൽ ഗ്രിഫിറ്റ്സ് എന്ന ഈ റൈറ്റ് സെൻറ്റർ ബാക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ 14 ലോങ് ബോളുകളാണ് വിങ്ങുകളിലേക്ക് നൽകിയിട്ടുള്ളത്. അതിൽ 10 മികച്ച രീതിയിൽ വിങ്ങുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ വരും മത്സരത്തിൽ ഈ സെൻറ്റർ ബാക്കിനെ തടയുവാനായി പെപ്രയെ പോലെ ക്വിക്കായി പ്രസ് ചെയ്യുന്ന ഒരു ഫോർവേഡിനെ നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ ദിമിയാണെങ്കിലും ആദ്യ മത്സരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ പെപ്രയെക്കാളും മികച്ച രീതിയിലാണ് നിലവിൽ പ്രസ്സിംഗ് നടത്തുന്നത്. ദിമിയിൽ വന്ന ഈ പൊസിഷനിലെ റോൾ വ്യത്യാസത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ മുംബൈയുടെ സെൻറ്റർ ബാക്കിൽ നിന്നും ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ വരാതെ ഇരിക്കുവാനായി വരും മത്സരത്തിൽ പെപ്ര ദിമി കൂട്ടുകെട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും ആദ്യ മത്സരത്തിൽ ചെയ്ത പോലെ കംപ്ലീറ്റായി ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ഒരാൾ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോർവേഡിനെ വെച്ചുകൊണ്ടുള്ളൊരു പ്രസ്സിംഗ് അല്ല. മുംബൈ ഡിഫൻസിൽ സൈഡ് സ്വിച്ച് ചെയ്യുന്ന സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഫോർവേഡുകളായ ദിമിയും പെപ്രയും മികച്ച അണ്ടർസ്റ്റാൻഡിങ്ങോടെ സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടുള്ളൊരു പ്രസ്സിംഗ് ആണ് ഇവിടെ വേണ്ടത്. അതായത് മുംബൈയുടെ റൈറ്റ് സെൻറ്റർ ബാക്കിലേക്ക് ബോൾ പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ഫോർവേഡ് പ്രസ് ചെയ്യാൻ ചെല്ലുകയും ആ സമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ഫോർവേഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ മാർക്ക് ചെയ്യുകയും ചെയ്യണം. ഈ പ്രസ്സിംഗ് തന്നെ മുംബൈയുടെ റൈറ്റ് സെൻറ്റർ ബാക്കിലേക്കും ബോൾ സൈഡ് സ്വിച്ച് ചെയ്യുമ്പോഴും ആവർത്തിക്കണം. ഇത് മുംബൈയുടെ സെൻറ്റർ ബാക്ക് ഹൈലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് മാക്സിമം വൈഡായി നിന്നാലും വളരെ എളുപ്പത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്രസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ഫോറുകൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്സിംഗ് കളിയിൽ ഉടനീളം നടത്തുകയാണെങ്കിൽ മുംബൈയുടെ സെൻറ്റർ ബാക്കിൽ നിന്നും വരുന്ന സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള ലോങ് ബോൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ആദ്യ മത്സരത്തിൽ ദിമിത്രി ഒറ്റയ്ക്കാണ് മുംബൈയുടെ ഈ വൈഡായി നിൽക്കുന്ന 2 സെൻറ്റർ ബാക്കുകളെയും പ്രസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോർവേഡിൽ പെപ്ര ദിമിക്കൊപ്പം ഇറങ്ങുകയാണെങ്കിൽ ഡാനിഷിനെ കഴിഞ്ഞ മുംബൈ മത്സരത്തിലെ പോലെ ഒരു ഫോർവേഡായി കളിപ്പിക്കാതെ പഞ്ചാബിനെതിരെ ഇറങ്ങിയ അസറിനെ മാറ്റിക്കൊണ്ട് എക്സ്പീരിയൻസ് പ്ലെയറായ ഡാനിഷിനെ വിപിനൊപ്പം മിഡ്ഫീൽഡിൽ ഇറക്കുവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ക്വിക്കായിട്ട് ബാക്കി പ്രീ മാച്ച് അനലിസിസ് നോക്കി പോവാം. മാച്ചിന് ശേഷം ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുന്നതാണ്. അടുത്തായി മുംബൈയുടെ മറ്റൊരു അറ്റാക്കിംഗ് രീതി നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ കൂടുതലായി ബിൽഡപ്പ് നടത്താറുള്ളത് പോലെ മുംബൈ കൂടുതലായി ബിൽഡപ്പ് നടത്തുന്നത് റൈറ്റ് ഫ്ലാങ്കിലെ വിങ് ഏരിയകളിലാണ്. ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആദ്യ മത്സരത്തിൽ മുംബൈയുടെ റൈറ്റ് വിങ്ങറായ ചാങ്തയും 2 മിഡ്ഫീൽഡേഴ്സും കൂടി മികച്ച രീതിയിൽ റൈറ്റ് വിങ് ഏരിയയിൽ ഈ ബിൽഡപ്പ് നടപ്പാക്കിയിരുന്നു. ഇവിടെ ഇവരുടെ ഈ ബിൽഡപ്പിനെ തടയാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പ്ലേയേഴ്സായ നവോച്ചയ്ക്കും ഐമനും മിഡ്ഫീൽഡേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അവിടെയും വിജയിക്കുവാൻ സാധിക്കും. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ കൂടുതലായി ഡയറക്റ്റ് പ്ലെയിൻ ലോങ് ബോളുകളുമായിരിക്കും ഈ മത്സരത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനോ മിഡ്ഫീൽഡേഴ്സിനോ മുംബൈയുടെ പ്ലേയേഴ്സിൽ നിന്നും ഡിഫൻസിൽ വെച്ച് ബോൾ ലഭിച്ചാൽ മികച്ച രീതിയിലുള്ള ലോങ് ബോളുകൾ മിഡ്ഫീൽഡിൽ നിൽക്കുന്ന സ്ട്രൈക്കറായ ദിമിത്രിയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ ലഭിച്ചു കഴിഞ്ഞാൽ ദിമിത്രിക്ക് അത് മികച്ച രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അടുത്തൊരു ബിൽഡപ്പിനോ കൗണ്ടറിനോ നൽകുവാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഈ ഗെയിം മികച്ച രീതിയിൽ വരും മത്സരത്തിൽ വർക്കൗട്ട് ആവാനായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലും ഫോർവേഡിലും 2 ചേഞ്ചുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദിമിത്രിയുടെ കൂടെ പെപ്ര സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ നിന്ന് വരുന്ന ലോങ് ബോളുകളെ മിഡ്ഫീൽഡിൽ ഹോൾഡ് ചെയ്ത് നിർത്തുവാൻ പെപ്രയ്ക്ക് മികച്ച രീതിയിൽ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതായി ഫോമിലല്ലാത്ത രാഹുലിനെ മാറ്റിക്കൊണ്ട് സക്കായ് റൈറ്റ് മിഡ്ഫീൽഡറായി ഇറങ്ങുകയാണെങ്കിൽ സെൻറ്റർ ബാക്കുകളുടെ സ്ഥാനത്തേക്ക് ഹോർമിയെ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഡ്രിങ്കിച്ചിനെ മാറ്റി ലെസ്കോവിച്ചിനെ ഇറക്കുവാനാണ് സാധ്യത കൂടുതൽ. അതായത് ഡ്രിങ്കിച്ച് ഇല്ലാത്തൊരു സ്റ്റാർട്ടിംഗ് 11 ഈ സീസണിൽ ആദ്യമായി നമുക്ക് ചിലപ്പോൾ കാണുവാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡ്രിങ്കിച്ചിനേക്കാൾ പ്രാധാന്യം എന്തുകൊണ്ട് ഈ മത്സരത്തിൽ ലെസ്കോവിക്കെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മികച്ച ലോങ് ബോളുകൾ ഫോർവേഡിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിന് പൊസിഷൻ നിലനിർത്തി ബിൽഡപ്പ് ചെയ്യാൻ മത്സരത്തിൽ സാധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്കിലൂടെയുള്ള ഒരു അറ്റാക്കിംഗ് ആയിരിക്കില്ല ഈ മത്സരത്തിൽ കൂടുതലായി കാണുവാൻ സാധിക്കുക. വൈഡ് മിഡ്ഫീൽഡേഴ്സിലൂടെയുള്ള ഒരു അറ്റാക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ ഒരു ഇൻവേർട്ടഡ് വൈഡ് മിഡ്ഫീൽഡേഴ്സായി കളിപ്പിച്ചുകൊണ്ട് മിഡ്ഫീൽഡ് ഏരിയയിൽ മുംബൈയുടെ 3 മിഡ്ഫീൽഡേഴ്സിനെതിരെ 4:3 എന്നൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ടുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക. ഇതുകൊണ്ട് തന്നെ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് റോളായിരിക്കും റൈറ്റ് ബാക്കിൽ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ പ്രബിർദാസ് ആയാലും പ്രീതമായാലും വലിയ വ്യത്യാസം നാളത്തെ മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും പ്രബിർദാസ് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായി മുംബൈയുടെ സെൻറ്റർ ബാക്ക് സൈഡ് ഷിഫ്റ്റ് ചെയ്ത് വിങ്ങിലേക്ക് പാസ് നൽകുന്ന സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രസ് ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാച്ചിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.